Today we discuss about the basic structure of a computer. The modern personal computer requires three basic components to process data. അപ്പോൾ ഒരു മോഡേൺ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ന്യൂ ജനറേഷൻ കമ്പ്യൂട്ടറിന് മൂന്ന് ബേസിക് കോമ്പോണൻസ് ആണ് ഉണ്ടാവുക. എന്തിനു വേണ്ടിയിട്ട്? ഡാറ്റ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി മൂന്ന് ബേസിക് കോമ്പോണൻസ് ആണ് മെയിനായിട്ട് ഉണ്ടാവുക. അതേതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഇൻപുട്ട് ഡിവൈസസ്, the second one central processing unit, the third one output devices. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ നമുക്കറിയാം എന്താണെന്നുള്ളത്. ഓരോന്നും എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഒന്നാമത്തത് ഇൻപുട്ട് ഡിവൈസസ്. ഇൻപുട്ട് യൂണിറ്റ്സ് ആർ യൂസ്ഡ് ടു റീഡ് ദ നെസസറി ഡാറ്റ ഇൻ ടു കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഇൻപുട്ട് യൂണിറ്റ് പഠിച്ചു, അത് തന്നെയാണ് ഇൻപുട്ട് ഡിവൈസസ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് എക്സാമ്പിൾസും പഠിച്ചായിരുന്നു. കീബോർഡ്, അതുപോലുള്ള മൗസ്, ടച്ച് സ്ക്രീൻ. ഓക്കെ, എന്താണ് കീബോർഡ് ചെയ്യുന്നത്? കീബോർഡ് ഈസ് എ ഇൻപുട്ട് ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ് ആണ്, അല്ലെ? കമ്പ്യൂട്ടറിലേക്ക് ടെക്സ്റ്റ് ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് കീബോർഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് ആൽഫബറ്റ്സ്, ന്യൂമറിക്സ്, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് അങ്ങനെ പോണു. രണ്ടാമത്തത് മൗസ്. മൗസ് എന്ന് പറയുന്നത് പോയിൻറ്റിംഗ് ഡിവൈസാണ് മൗസ്. നമുക്ക് ഡ്രാഗ് ചെയ്യാനും ക്ലിക്ക് ചെയ്യാനും സെലക്ട് ചെയ്യാനും ഒക്കെ സാധിക്കും. അതൊക്കെ ഇൻപുട്ടാണ്. ഓക്കെ, നമ്മളൊരു ഇൻപുട്ട് കൊടുത്തു, അതിൻ്റെ റിസൾട്ട് വീണ്ടും മോണിറ്റർ തരികയാണ്, അല്ലേ? മോണിറ്ററിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതൊക്കെയാണ് ഇൻപുട്ട്. പിന്നെ പറഞ്ഞ എന്താണ്? ടച്ച് സ്ക്രീൻ ഒരു എക്സാമ്പിളാണ് ഇൻപുട്ട് ഡിവൈസിൻ്റെ. അപ്പോൾ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ അതിന് അനുബന്ധമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ആ ടച്ചാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസ് എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇൻപുട്ടുകൾ കൊടുക്കാൻ വേണ്ടി കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ എൻ്റർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസ് കൺവേർട്സ് ഇൻപുട്ട് ഡാറ്റ ഇൻ ടു എ ഫോം ആക്സെപ്റ്റബിൾ ടു എ കമ്പ്യൂട്ടർ. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന രീതിയിലേക്കുള്ള ഡാറ്റയായിട്ട് ഈ ഇൻപുട്ട് ഡിവൈസുകൾ കൺവേർട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളൊരു മൈക്രോഫോൺ ഉപയോഗിക്കുകയാണെന്ന് വിചാരിച്ചു. മൈക്രോഫോൺ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വോയിസ് ഇൻപുട്ടായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ സൗണ്ട് എന്ന് പറയുന്നത് അനലോഗ് സൗണ്ടാണ്. അതിന് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക്കലി ഡിജിറ്റലായിട്ട് പാസ് ചെയ്തിട്ടാണ് നമുക്കത് പ്രോസസ്സ് ചെയ്ത് അത് സ്പീക്കറിൽ നിന്ന് നമുക്ക് വ്യക്തമായി കേൾക്കുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു കീബോർഡ് ടൈപ്പ് ചെയ്യുന്ന സമയത്തും എന്താണ്? കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓൺലി ബൈനറി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സീറോസ് ആൻഡ് വൺസ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ ഡിജിറ്റൽ ഡാറ്റയെ ബൈനറി ഫോമായിട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആൽഫബറ്റ്സ് ആണെങ്കിലും ഡെസിമൽ ഫോം ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ ഇൻഫർമേഷൻ ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമത്തത് നോക്കുക, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPU ആണ് പ്രോസസ്സിംഗ് ഡിവൈസ് അല്ലെങ്കിൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. ഓക്കെ, നമുക്കറിയാം CPU എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ ആണ്, അല്ലേ? ഇറ്റ് ഈസ് ദ ബ്രെയിൻ ഓഫ് എനി കമ്പ്യൂട്ടർ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിന് അനുബന്ധമായിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും ക്രോഡീകരിക്കണം. അതിൻ്റെ മെമ്മറി യൂണിറ്റ്, ഇൻപുട്ട്, ഔട്ട്പുട്ട് ഡിവൈസ്, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കമ്പ്യൂട്ടറിനെ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു യൂണിറ്റാണ് അല്ലെങ്കിൽ ഡിവൈസാണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇനി CPU-ൽ 3 കോമ്പോണൻസ് ഉണ്ട്. ഓക്കെ, the CPU has 3 components, namely primary memory, arithmetic logic unit and control unit. Okay, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. പ്രൈമറി മെമ്മറി എന്ന് പറയുന്നത് സ്റ്റോറേജ് യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ പ്രൈമറി മെമ്മറി ഓർ സ്റ്റോറേജ് യൂണിറ്റ്, സെക്കൻഡ് വൺ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, തേർഡ് വൺ കൺട്രോൾ യൂണിറ്റ്. ഓരോന്നും നമുക്ക് എടുത്ത് പഠിക്കാം. ഒന്നാമത്തത് നോക്കുക, മെമ്മറി ഓർ സ്റ്റോറേജ് യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് നമുക്കറിയാം കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ, പ്രോഗ്രാംസ്, ഇൻ്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ റിസൾട്ട്സ്. അപ്പോൾ പ്രോസസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡാറ്റ എവിടെ നിന്നാണ് എടുക്കുന്നത്? മെമ്മറി അല്ലെങ്കിൽ സ്റ്റോറേജ് ഡിവൈസിൽ നിന്നാണ് കമ്പ്യൂട്ടർ കളക്ട് ചെയ്യുന്നത്. അത് സ്വീകരിച്ചത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അല്ലെങ്കിൽ റിസൾട്ട് വീണ്ടും സ്റ്റോറേജ് യൂണിറ്റിലേക്ക് തന്നെ കമ്പ്യൂട്ടർ പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഡാറ്റ സ്റ്റോറേജ് ചെയ്യാൻ ഒരു യൂണിറ്റ് ആവശ്യമാണ്. അതാണ് മെമ്മറി യൂണിറ്റ് ഓർ സ്റ്റോറേജ് യൂണിറ്റ്. ഇപ്പോൾ 2 തരത്തിലാണ് മെമ്മറി യൂണിറ്റ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കുക.
primary memory and secondary memory. The memory unit or storage unit is classified into two: primary memory and secondary memory. Primary memory എന്നത് നോക്കാം. Primary memory is also called volatile memory. Primary memory is also called volatile memory. എന്തുകൊണ്ടായിരിക്കും പ്രൈമറി മെമ്മറിനെ volatile memory എന്ന് പറയുന്നത്? volatile memory എന്ന് പറയുന്നത് ടെമ്പററി മെമ്മറിയാണ്. അത് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ ഒരു ഡാറ്റ പെർമനൻ്റ് ആയിട്ട് സേവ് ചെയ്യാൻ സ്റ്റോർ ചെയ്യാൻ സാധിക്കത്തില്ല. ദ മെമ്മറി കാൺ സ്റ്റോർ ഡാറ്റ പെർമനൻ്റ്ലി. അപ്പോൾ നമ്മൾ മൊബൈലും ആൻഡ്രോയിഡ് ഫോണൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അറിയാം, നമ്മൾ ഓരോ ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ റാമിൽ സ്റ്റോറേജ് ഉണ്ട്, മെമ്മറിയിലുണ്ടാവും. ഓക്കെ, ടാസ്ക് ബാറിൽ അവിടെ കിടപ്പുണ്ടാവും. നമ്മളത് സ്വൈപ്പ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് റാമിൽ ഉണ്ടാവാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ മൊബൈൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് റാമിൽ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ വീണ്ടും നമ്മൾ ആപ്ലിക്കേഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അത് വീണ്ടും ആ ആപ്ലിക്കേഷൻ തുടക്കം തൊട്ട് വരും. ആപ്ലിക്കേഷൻ മെമ്മറിയിൽ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിക്കുന്നവർക്ക് അറിയാം, മെമ്മറിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ആ ടാസ്ക് ബാറിൽ നിന്ന് ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. ആപ്ലിക്കേഷൻ പെട്ടെന്ന് തന്നെ ഓപ്പണായി വരും. ഓക്കെ, നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെ കിടക്കും. ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ റാമിൽ നിന്ന് ആ ഡാറ്റ നീക്കം ചെയ്തു എന്നതാണ്. ഓക്കെ, ഇപ്പോൾ ആൻഡ്രോയിഡ് ഡിവൈസുകളൊക്കെ വന്നതുകൊണ്ട് വളരെ എളുപ്പമാണ്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈമറി മെമ്മറി ഈസ് ഫർദർ ക്ലാസിഫൈഡ് ഇൻ ടു റാം ആൻഡ് റോം. റാൻഡം ആക്സസ് മെമ്മറി, റീഡ് ഓൺലി മെമ്മറി. അപ്പോൾ ഫസ്റ്റ് വൺ റാം, റാൻഡം ആക്സസ് മെമ്മറി. Random access memory is the unit in a computer system where the operating system, application programs and the data in current use are kept temporarily so that they can be accessed by the computer's processor. അപ്പോൾ എന്താ പറയുന്നത്? റാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഒരു സ്റ്റോറേജ് ഏരിയ ആണ്. അവിടെ എന്താ നടക്കുന്നത്? ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതുപോലുള്ള ആപ്ലിക്കേഷൻസും ഒക്കെ എന്താണ് റൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെമ്മറിയാണ് റാൻഡം ആക്സസ് മെമ്മറി എന്നത്. നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ഹാർഡ് ഡിസ്കിൽ നിന്ന് റാൻഡം ആക്സസ് മെമ്മറി റാമിലേക്കാണ് ഡാറ്റാസ് ട്രാൻസ്ഫർ ആയി പോകുന്നത്. ഓക്കെ, എവിടെയാണ് റൺ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാമിലാണ്. ഇത് ഒരു ടെമ്പററി സ്റ്റോറേജ് ആണ്. നമ്മുടെ ഡാറ്റാസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ പ്രോഗ്രാംസും ഇൻസ്ട്രക്ഷൻസും ഒക്കെ അത് റൺ ചെയ്യുന്നത് റാമിലാണ്. റാമിലേക്കാണ് അതിൻ്റെ ഡാറ്റ പോകുന്നത്. അതും ടെമ്പററി ആയിരിക്കും. നമ്മൾ ഉപയോഗിക്കുമ്പോൾ കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുമ്പോൾ മാത്രമായിരിക്കും ഈ ഡാറ്റാസ് നമുക്ക് കാണാൻ സാധിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കുക. കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഇറ്റ്സ് വോളറ്റൈൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സെഡ് ടു ബി വോളറ്റൈൽ സിൻസ് ഇറ്റ്സ് കണ്ടന്റ് ആർ ആക്സസിബിൾ ഓൺലി ആസ് ലോങ് ആസ് കമ്പ്യൂട്ടർ ഈസ് ഓൺ. കണ്ടന്റ്സ് ഓഫ് റാം ആർ നോ മോർ അവൈലബിൾ വൺസ് ദ കമ്പ്യൂട്ടർ ഈസ് ടേൺഡ് ഓഫ്. കമ്പ്യൂട്ടർ ഓഫ് ആക്കി കഴിഞ്ഞാൽ, ഏതെങ്കിലും കാരണവശാൽ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ ഡാറ്റാസ് റാമിൽ നിലനിൽക്കില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇറ്റ്സ് ടെമ്പററി സ്റ്റോറേജ്. കമ്പ്യൂട്ടർ റൺ ചെയ്യുമ്പോൾ മാത്രമേ റാമിലുള്ള കണ്ടൻസ് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തേത് നോക്കുക, റോം, റീഡ് ഓൺലി മെമ്മറി. ഓക്കെ, റീഡ് ഓൺലി മെമ്മറി ഈസ് ദ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്മറി വിച്ച് ക്യാൻ ബി only be read and contents which are not lost even when the computer is switched off. അപ്പോൾ റോം എന്ന് പറയുന്നത് റീഡ് ഓൺലി, അതിൻ്റെ പേര് തന്നെ സൂചിപ്പിക്കുന്ന പോലെ തന്നെ യൂസർ ക്യാൻ റീഡ് ഓൺലി മെമ്മറി. റോമിലുള്ള കണ്ടൻസ് നമുക്ക് വായിക്കാനേ സാധിക്കുകയുള്ളൂ. അതിലേക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? റൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഡീറ്റെയിൽസ്, അതായത് കമ്പ്യൂട്ടർ മാനുഫാക്ചറേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് റോമിനകത്ത് പ്രീ ലോഡഡ് ആയിട്ട് വരിക. അതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡാറ്റാസ് ഒന്നും പോകുന്നില്ല. ആ പ്രത്യേക കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്നത് റോമിലാണ്. അപ്പോൾ റോം എന്ന് പറയുന്നത് നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ആണ്. റോം പെർമനൻ്റ്ലി ഫിക്സ്ഡ് ആണ്. പക്ഷെ റാമിൻ്റെ കേസ് എന്താണ്? റാം നമുക്ക് എടുത്ത് ക്ലീൻ ചെയ്ത് വീണ്ടും അതിലേക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. റാം നമുക്ക് അഡീഷണൽ ആയിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കമ്പ്യൂട്ടറിൽ വരുന്നുണ്ട്. ഇതാണ് റോം എന്നുള്ളത്. റോമിൽ ചെറിയൊരു സ്പേസേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഹാർഡ് ഡിസ്കോ അതുപോലുള്ള സെക്കൻഡറി സ്റ്റോറേജ് പോലുള്ള സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കമ്പ്യൂട്ടർ മാനുഫാക്ചറേഴ്സിൻ്റെ ഇൻസ്ട്രക്ഷൻസും ഡീറ്റെയിൽസുകളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സ്പേസ് മാത്രമേ റോമിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡറി മെമ്മറി നോക്കാം. പ്രൈമറി മെമ്മറി കഴിഞ്ഞു, ഇനി സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറി ഇസ് ദ അഡീഷണൽ മെമ്മറി അറ്റാച്ച്ഡ് എ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ കമ്പ്യൂട്ടറിലേക്ക് അഡീഷണൽ മെമ്മറി എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് സെക്കൻഡറി മെമ്മറി ആവശ്യമാണ്.
സെക്കൻഡറി മെമ്മറിയെ നമ്മൾ ഓക്സിലറി മെമ്മറി എന്നും അറിയപ്പെടുന്നുണ്ട്. സെക്കൻഡറി മെമ്മറി എന്ന് പറയുന്നത് പെർമനൻറ്റ് മെമ്മറിയാണ്, മെമ്മറി സ്റ്റോറേജ് ആണ്. ഡാറ്റാസും അതുപോലുള്ള പ്രോഗ്രാംസ്, ഇൻസ്ട്രക്ഷൻസോ എല്ലാം സെക്കൻഡറി മെമ്മറിയിൽ കാലാകാലം നിലനിൽക്കുന്നതാണ്. നമ്മൾ യൂസർ ഡിലീറ്റ് ചെയ്യുന്നത് വരെ സെക്കൻഡറി സ്റ്റോറേജിൽ നിലനിൽക്കും. പ്രൈമറി സ്റ്റോറേജിൽ എന്ന് പറയുന്നത് അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ലിമിറ്റഡ് ആണ്. പക്ഷേ സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത് നമുക്ക് എത്രത്തോളം നമുക്കത് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. സെക്കൻഡറി സ്റ്റോറേജ് എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എത്ര വേണമെങ്കിലും നമുക്കത് ഇൻക്രീസ് ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹാർഡ് ഡിസ്കിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 250 GB, 500 GB ആയി, 500 GB 1 TB ആയി, 1 TB 2 TB ആയി, അങ്ങനെ കാര്യങ്ങൾ സ്പേസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെൻഡ്രൈവിൻ്റെ കേസ് എടുത്ത് 2 GB, 4 GB, 8 GB, 16 GB, 32 GB, 64 GB, 256 GB ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾ. അത് ഇനി മെമ്മറി ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ യൂസറിൻ്റെ ആവശ്യങ്ങളും കൂടുകയാണ്. അതുപോലുള്ള ഡാറ്റാസും കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോറേജ് ചെയ്യേണ്ട ആവശ്യം വരും. അതുകൊണ്ട് തന്നെ സ്പേസ് നമുക്ക് ഇൻക്രീസ് ചെയ്യേണ്ടി വരും. സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആർ ഓഫ് 2 types, magnetic and optical. Magnetic devices includes hard disk and optical storage devices are CDs, DVDs, pen drives, zip drives, etc. അപ്പോൾ പൊതുവേ നമുക്ക് ഈ പെൻ ഡ്രൈവ്, ഹാർഡ് ഡിസ്കും അതുപോലുള്ള സെക്കൻഡറി മെമ്മറിയൊക്കെ സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസിലേക്ക് ഉൾപ്പെടുത്താം. എന്നാലും ഇതിലും ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. സ്റ്റോറേജ് ഡിവൈസിലും മാഗ്നറ്റിക് എന്നും ഒപ്റ്റിക്കൽ എന്നും പറയുന്നുണ്ട്. മാഗ്നറ്റിക് ഡിവൈസിൻ്റെ ഒരു എക്സാമ്പിളാണ് ഹാർഡ് ഡിസ്ക്. ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസിൻ്റെ ഒരു എക്സാമ്പിളാണ് CD, അതുപോലുള്ള DVD, പെൻ ഡ്രൈവ് ഒക്കെ വരുന്നത്. ഇനി എന്താണ് ഹാർഡ് ഡിസ്ക് നമുക്ക് നോക്കാം. ഹാർഡ് ഡിസ്ക് ആർ മെയ്ഡ് അപ്പ് ഓഫ് റിജിഡ് മെറ്റീരിയൽ ആൻഡ് ആർ യൂഷ്വലി എ സ്റ്റാക്ക് ഓഫ് മെറ്റൽ ഡിസ്ക് സീൽഡ് ഇൻ എ ബോക്സ്. ഇനി നമുക്കറിയാം ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ഉണ്ടാവും, ഒരുപാട് ഡ്രൈവ്സ് ഉണ്ടാവും അല്ലേ. നമ്മൾ കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ C ഡ്രൈവ്, D ഡ്രൈവ്, E ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞ് കാണാം. അതൊക്കെ ഡ്രൈവുകളാണ്, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്സ് ആണ്. അത് കമ്പ്യൂട്ടറിൻ്റെ പെർമനൻറ്റ് പാർട്ടാണ്. അതിലാണ് നമ്മുടെ OSും ഓപ്പറേറ്റിംഗ് സിസ്റ്റമൊക്കെ ഒക്കെ സേവ് ചെയ്ത് വെക്കുന്നത്. അറിയാം ഹാർഡ് ഡിസ്കൊക്കെ ഏകദേശം ഔട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ SSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. അപ്പോൾ അഡ്വാൻസ്ഡ് ആണ്, ഹാർഡ് ഡിസ്കിനേക്കാളും കുറച്ചും കൂടെ സ്പീഡാണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവിനാണ്. അപ്പോൾ അതാണ് കൂടുതലും. പക്ഷേ അതിന് കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ്, ഹാർഡ് ഡിസ്കിനേക്കാളും കുറച്ചും കൂടെ കോസ്റ്റ്ലിയാണ് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്. ഓക്കെ, ഇനി ഒപ്റ്റിക്കൽ ഡിസ്കിൻ്റെ കുറച്ച് എക്സാമ്പിൾ നോക്കാം. CD അല്ലെങ്കിൽ കോമ്പാക്ട് ഡിസ്ക്, രണ്ടാമത്തെ DVD ഡിജിറ്റൽ വീഡിയോ ഡിസ്ക്. കോമ്പാക്ട് ഡിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് പോർട്ടബിൾ ഡിസ്ക് ഹാവിങ് സ്റ്റോറേജ് സ്പേസ് ബിറ്റ്വീൻ 650 to 700 MB. അപ്പോൾ CD നമുക്കറിയാം ഏകദേശം 700 MB മാത്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡാറ്റ സ്റ്റോറേജ് കപ്പാസിറ്റിയുള്ള ഒരു പോർട്ടബിൾ ഡിസ്ക്കാണ് CD എന്ന് പറയുന്നത്, കോമ്പാക്ട് ഡിസ്ക്. അതിൽ നമുക്കെന്താ മ്യൂസിക്സും അതുപോലുള്ള വീഡിയോസും ടെക്സ്റ്റും ഒക്കെ സേവ് ചെയ്യാൻ സാധിക്കും. അതിലും എന്താണ് CD-യിലും ഉണ്ട് റീഡ് റൈറ്റ് ഡാറ്റ ടൈപ്പ് ഉള്ളത്. ഓക്കെ, എല്ലാ CDസും നമുക്കെന്താണ് റൈറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഒരിക്കൽ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും റീഡ് ചെയ്യാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ റീറൈറ്റബിൾ ആയിട്ടുള്ള CD-യും DVD-യും ഒക്കെ ഉണ്ട് വിപണിയിൽ. ഇനി രണ്ടാമത്തെ നോക്കാം, ഡിജിറ്റൽ വീഡിയോ ഡിസ്ക് DVD എന്ന് പറയുന്നത് CD-ന് സിമിലർ ആയിട്ടുള്ള തന്നെയാണ് അല്ലേ. അതിനും എന്താണ് മെയിൻ വ്യത്യാസം എന്താ, കോമ്പാക്ട് ഡിസ്കിനേക്കാൾ കുറച്ചും കൂടെ ലാർജർ സ്റ്റോറേജ് സ്പേസ് DVD ഉണ്ടാവും. ഇതിൽ ഏകദേശം MBs ആണ് CD-യിൽ വരുന്നതെങ്കിൽ DVD-യിൽ GB ഓളം വരും. 4.7 GB ഓളം DVD സ്റ്റോറേജ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ ഇതിൻ്റെ സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് കാണാം ഇൻപുട്ട് ഡിവൈസ്. ഇനി രണ്ടാമത്തെ ഏരിയ എന്ന് പറയുന്നത് CPU ആണ്, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അവിടെ 3 കോമ്പോണൻസ് ആയിട്ട് നമുക്ക് കാണാം. കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്, മൂന്നാമത്തേത് മെമ്മറി യൂണിറ്റ്. അപ്പോൾ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും കൺട്രോൾ യൂണിറ്റും എന്താണ് എടുക്കുന്നത്, മെമ്മറി സ്റ്റോറേജ് യൂണിറ്റിൽ നിന്നാണ് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യുന്നതും അത് പ്രൊവൈഡ് ചെയ്യുന്നതും മെമ്മറി യൂണിറ്റിലേക്കാണ്. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞു എവിടെ നിന്നാണ് മെമ്മറി യൂണിറ്റ് അല്ലെങ്കിൽ സ്റ്റോറേജിൽ നിന്നാണ് ഇൻഫർമേഷൻ എടുത്ത് അത് സോർട്ട് ചെയ്ത് അത് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് മെമ്മറി യൂണിറ്റിലേക്ക് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യും, അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഔട്ട്പുട്ടായിട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഈ ഒരു ഫിഗറിൽ നമുക്ക് വ്യക്തമായി കാണുന്നത്. അപ്പോൾ ഇനി വീണ്ടും ALU CU ഒന്നും പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു.
ALU നമുക്കറിയാം അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസും ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ അതുപോലുള്ള ലോജിക്കൽ ഓപ്പറേഷൻസ്, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, ഇതുപോലുള്ള ലോജിക്കൽ ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ALU ഉള്ളത്. രണ്ടാമത്തത് എന്താ? CU, കൺട്രോൾ യൂണിറ്റ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, ഇൻപുട്ട് തൊട്ട് ഔട്ട്പുട്ട് വരെയുള്ള എല്ലാ കാര്യങ്ങളും കൺട്രോൾ യൂണിറ്റാണ് അത് നോക്കി നടത്തുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ ഓപ്പറേഷൻസിനും എത്ര പവർ വേണം, എത്ര സമയം വേണം എന്നുള്ളതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അത് കൊടുക്കുന്നത് കൺട്രോൾ യൂണിറ്റാണ്. ഓക്കെ, ഈച്ച് ആൻഡ് എവറി ആക്ഷൻസ് ഓർ സ്റ്റെപ്സ് ഈസ് പ്രോസസ്ഡ് ഓർ കാൽക്കുലേറ്റഡ് ആൻഡ് ഇറ്റ്സ് ഡൺ ബൈ കൺട്രോൾ യൂണിറ്റ്. ഓക്കെ, എല്ലാം നിരീക്ഷിച്ച് നോക്കി നടത്തുന്നത് കൺട്രോൾ യൂണിറ്റ് ആണ് കേട്ടോ. ഇനി മൂന്നാമത്തെ ലാസ്റ്റ് ഏരിയയിലേക്ക് പോവാം. ഔട്ട്പുട്ട് ഡിവൈസസ്. ഔട്ട്പുട്ട് ഡിവൈസസ് ആർ യൂസ് ടു ഷോ റിസൾട്ട് ഓഫ് പ്രോസസ് ഡാറ്റ. ഓക്കെ, നമുക്കറിയാം നമുക്ക് കിട്ടിയ റിസൾട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കീബോർഡിൻ്റെ കേസ്, നമ്മൾ കീബോർഡിൽ ടൈപ്പ് ചെയ്യുമ്പോൾ അത് മോണിറ്ററിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ടൈപ്പ് ചെയ്ത കാര്യങ്ങൾ, അല്ലേ? മോണിറ്റർ ഒരു ഔട്ട്പുട്ട് ഡിവൈസ് ആണ്, അല്ലേ? വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ് മോണിറ്റർ. പിന്നെ അതിന് കുറച്ച് എക്സാമ്പിൾ എന്ന് പറയാം. പ്രിൻ്റർ. ഓക്കെ, കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ആയിട്ട് ഒരു ഹാർഡ് കോപ്പി ആയിട്ട് നമുക്ക് എന്താണ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കണ്ട കാര്യം നമുക്ക് ഹാർഡ് കോപ്പി ആയിട്ട് കിട്ടും. അതെന്താണ്? ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. പിന്നെ എന്താ പറയാം? സ്പീക്കർ. ഓക്കെ, നമ്മുടെ ഓഡിയോ അല്ലെങ്കിൽ നമ്മളൊരു സൗണ്ട് പ്ലേ ചെയ്യാണ്, ഒരു ഔട്ട്പുട്ട് ഡിവൈസായ സ്പീക്കറിൽ നിന്ന് നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കും. ഓക്കെ, അത് ഔട്ടാണ്, അല്ലേ? നമുക്ക് കേൾക്കാൻ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലായിരിക്കും ഔട്ട്പുട്ട് നമുക്ക് കിട്ടുക, അല്ലേ? നമുക്ക് മനസ്സിലാവുന്ന, യൂസറിന് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ലാസ്റ്റ് ഫൈനൽ ഔട്ട്പുട്ട്. അപ്പോൾ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുമ്പോൾ ഈ സ്പീക്കറൊക്കെ നമുക്ക് എന്താണ്, സ്പീക്കറിൽ നമുക്ക് കേൾക്കുന്നത് നമുക്ക് മനസ്സിലാവുന്ന തരത്തിലാണ്, അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു.